Hey guys, welcome you all to a new vlog of Travel and Eat with Arju. എത്ര ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്? ഒരാഴ്ചക്ക് മേലെ ഉണ്ടാവും അല്ലേ? അപ്പോൾ കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയി. ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കമ്പനിയുടെ ഒരു ഗെറ്റ് ടുഗദർ. കുറേ നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന, അതിനുവേണ്ടി ഒരുപാട് ഗ്രൗണ്ട് വർക്കുകളൊക്കെ ചെയ്തിരുന്ന ഒരു പരിപാടി നല്ല സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ രാവിലെ അങ്ങനെ ആ പരിപാടികളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ പുറത്തുനിന്ന്, അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന്, അതുപോലെ ഹൈദരാബാദിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, അങ്ങനെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. സോ എല്ലാവരും ചേർന്നിട്ട് വൈകുന്നേരം ഒരു ചെറിയ കറക്കം ഒക്കെ പരിപാടികളുണ്ട്. അങ്ങനെ എവിടെയാണ് പോകേണ്ടത് ഒന്നും ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടീസ്. അങ്ങനെ വലിയ പ്ലാൻഡ് പരിപാടീസ് ഒന്നുമല്ല, ചുമ്മാ ഒരു കറക്കം. അപ്പോൾ സാറും മാമും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ജയ് സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വെൽക്കം യു ഓൾ ടു എ ന്യൂ വ്ലോഗ് ഓഫ് ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു. ഞാനങ്ങനെ നമ്മുടെ നേരേവോ ഇട്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ഈ പുള്ളിയും തന്നെ ഇട്ടിട്ടുണ്ട്. എന്താ ഒരു കോയിൻസിഡൻസ്, പറയൂ. അങ്ങനെ നമ്മൾ അധികം ലേറ്റ് ആക്കാണ്ട് സാറിൻ്റെ ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇതാണ് ചെന്നൈയിലെ എൻ്റെ ആദ്യത്തെ വണ്ടി, സൈക്കിള്. രാവിലെ ഒരു 5 കിലോമീറ്റർ എങ്കിലും സൈക്ലിങ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. തൽക്കാല ആവശ്യങ്ങൾക്കൊക്കെ ഇത് ആവശ്യം തന്നെയാണ് ഇവിടെ. ഇനി നമുക്ക് ഇവിടുന്ന് വേറെ വണ്ടികളിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം ഭാവിയിൽ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ആരംഭിക്കാമല്ലേ യാത്ര. അപ്പം നേരെ നമ്മൾ അടയാറിലേക്കാണ് യാത്ര. അടയാറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് വെജിറ്റേറിയൻ ഔട്ട്ലെറ്റ് ആയിട്ടുള്ള രത്ന കഫേയിലേക്ക്. കാരണം നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾ കൂടുതൽ പേരും വെജിറ്റേറിയൻസ് ആണ്. സോ ഒരു വെജിറ്റേറിയൻ ഡിന്നർ ആണ് ഇന്നത്തെ പ്ലാൻ. അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ട്. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടത്. ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു ഫേമസ് തമിഴ് സിനിമയിലുണ്ട്. ഏതാണെന്ന് പറയാൻ പറ്റുമോ? കൊല്ലൂരിന്ന് ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനാണിത്. അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര തുടർന്നു, അടയാറെത്തുന്നു. 1948 സ്റ്റാർട്ട് ചെയ്ത രത്ന കഫേ അവരുടെ അടയാർ ബ്രാഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരുപാട് സ്വീറ്റ് വെറൈറ്റീസാണ്. പക്ഷെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്വീറ്റ്സ് അല്ല കേട്ടോ, വേറൊരു ഐറ്റം ഉണ്ട്. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഔട്ട്ലുക്കിൻ്റെ ഇന്ത്യാസ് മോസ്റ്റ് ഐക്കോണിക് റെസ്റ്റോറൻറ്റ്സിൻ്റെ സർവേയിൽ വൺ ഓഫ് ദ റെസ്റ്റോറൻ്റ് ആണ് ഈ രത്ന കഫേ. ചെന്നൈയിലെ വെജ് റെസ്റ്റോറൻറ്റ്സിൽ വെച്ചിട്ട് സാമ്പാർ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഒരു ഹോട്ടലാണ് ഈ രത്ന കഫേ. ഇവരുടെ ഇഡ്ഡലി സാമ്പാറിന് ഒരുപാട് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്താം. തുഷാറും ബിന്നിയും മോനും. അവർക്ക് ടെക്കപ്പ് ഫുഡീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. വരുണ, സോണൽ, രണ്ടുപേരും ഇന്ന് ഡൽഹിയിൽ നിന്ന് എത്തിയതാണ്. പിന്നെ ബാലേനെ എല്ലാവർക്കും അറിയാലോ. ഇത് നിവേദിതയും ഹസ്ബൻഡ് വെങ്കയ്യണ്ണനും, പിന്നെ ബീന മാം, പിന്നെ എന്നോടൊപ്പം ജയ്സാറും ജോണും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇന്ന് രത്ന കഫേയിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരാനുള്ള വെയിറ്റിങ്ങിലാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഇവരുടെ മെയിൻ ഹൈലൈറ്റുകളിൽ ഒന്നാണ് സാമ്പാർ. ആ സാമ്പാർ കൊടുത്തിരിക്കുന്ന പാത്രം നോക്കിയേ, ഇത്രയും വടയും ഇഡ്ഡലിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി ചോദിച്ചാൽ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല പൂ പോലുള്ള ഇഡ്ഡലീനെ നമുക്ക് സാമ്പാറിൽ അങ്ങ് കുളിപ്പിച്ചെടുത്താലോ. ആ ടാസ്ക് ഞാൻ ബാലയെ ഏൽപ്പിച്ചു. ബാല വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരു മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. എല്ലാവരും ഇഡ്ഡലി നല്ലോണം എൻജോയ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കഴിച്ചത് വടയാണ്. വട ആദ്യം തന്നെ ഒന്ന് കഴിച്ചു നോക്കി, വേറെ ഒന്നും ചേർക്കാതെ. കാരണം വടയുടെ തനിയുള്ള ടേസ്റ്റ് നമുക്കൊന്ന് അറിയണം. വട കൊള്ളാം, നല്ല ക്രിസ്പിയാണ്, പക്ഷെ കുറച്ച് ഓയിലിയാണ്. ഇനിയും ഞാൻ വട മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലിയിൽ ഒരു പിടി പിടിച്ചു. ഇഡ്ഡലിയിൽ സാമ്പാറും ചേർത്തിട്ട് കഴിക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. ഇഡ്ഡലി തീരുമ്പോഴേക്കും വരാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതിനൊക്കെ സ്ഥലമുണ്ട്. ക്യാമറ ഒന്ന് മാറ്റുമായിരുന്നെങ്കിൽ ഈ ഇഡ്ഡലി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ പേപ്പർ റോസ്റ്റ് എത്തിയിട്ടുണ്ട്. കൂടെ സാമ്പാർ, ഉള്ളി ചട്നിയും
തേങ്ങാ ചട്ടണിയും. കണ്ടു കഴിഞ്ഞാൽ നെയ് റോസ്റ്റാണെന്ന് തോന്നുമെങ്കിലും സംഭവം പേപ്പർ റോസ്റ്റാണ്. അല്ല, ഇവർ രണ്ടുപേരും ചേട്ടനാനിയന്മാരാണല്ലോ. അപ്പോൾ ഒരു പീസ് പൊട്ടിച്ച് തേങ്ങാ ചട്നിയിലും ഉള്ളി ചട്നിയിലും ചേർത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം. മിന്നിച്ചേക്കണേ, മിന്നിച്ചു. അതിനുശേഷം നല്ലൊരു ഫിൽറ്റർ കോഫി. ഈ തമിഴ്നാട്ടിലെ ഹോട്ടലുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ഫിൽറ്റർ കോഫി. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ വരുമ്പോൾ മാത്രം ഞാൻ ഇടയ്ക്ക് ചായ എന്ന് കാപ്പിയിലേക്ക് മാറാറുണ്ട്. കേരളത്തിൽ ഐ എം ഓൺലി ടീ. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇഡലി ആൻഡ് സാമ്പാർ വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെ എനിക്ക് തോന്നി. പേപ്പർ റോസ്റ്റ് ഓക്കെയാണ്, കോഫി നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് രത്ന കഫേന്ന് കിട്ടിയത്. ഇവർക്ക് ട്രിപ്ലിക്കേനിലും ഒരു ബ്രാഞ്ച് ഉണ്ട്. മിക്കവാറും ഞാൻ വീണ്ടും ഒന്ന് വിസിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ ബീച്ചിലെത്തി. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മൈ ഫ്രണ്ട് ജോൺ. Traveled all the way from Hyderabad to attend today's function, and today we are enjoying at Chennai, Besant Nagar beach. How was the dinner? Yeah, it's fine. We had a good dinner at Ratna Cafe. ഇപ്പോൾ നമ്മളിവിടെ ബെസന്റ് നഗർ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഈ ബെസന്റ് നഗർ ബീച്ചിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മലയാള സിനിമയിൽ നാടോടിക്കാറ്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ ഗഫൂർക്ക, നമ്മുടെ മമ്മൂക്കോയ, മോഹൻലാലിനെയും അതുപോലെ ശ്രീനിവാസനെയും പറ്റിച്ച്, ദുബായ് ആണെന്ന് പറ്റിച്ച് ചെന്നൈയിൽ ഇറക്കിയ ആ ബീച്ച് ഇവിടെയാണ്. സോ ആ ബീച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് പോവാം. നമ്മുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുന്നുണ്ട്, അവരും കൂടി വന്നിട്ട് പോവാം. എഡ്വേർഡ് എലിയോട്ട് ബീച്ച് എന്നും ഈ ഒരു ബീച്ചിന് പേരുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതാണ്. അതുകൊണ്ട് 100 വർഷത്തിന് മേലെയായിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് സിനിമകളിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാടോടിക്കാറ്റ്, അതുപോലെ ഒരുപാട് തമിഴ് സിനിമകളിലും ഈ ഒരു ബീച്ചും ഈ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അത്ര വ്യക്തമായി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഗൂഗിളിൽ ഒരു പിക്ചർ ആഡ് ചെയ്തത്. ഇവിടെ ഞങ്ങൾ കണ്ടൊരു അടിപൊളി കാഴ്ചയാണ്. നല്ല ചെറിയ ബോട്ടിൽസിൽ ഇങ്ങനെ കുഞ്ഞു മീനുകളെ വെച്ചിട്ട്. പക്ഷെ ഇത് എത്ര കാലം നിൽക്കുന്ന അറിയില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാമല്ലേ ബീച്ചിലേക്ക്. ഈ മണലിങ്ങനെ ചവിട്ടി അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒരു സമയമാവും. എന്തോരം ദൂരമുണ്ട്, ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോകാനുള്ള ദൂരമുണ്ട്. ചെന്നൈ ഈസ് വെരി ഫേമസ് ഫോർ ഇറ്റ്സ് ബീച്ചസ്. ഞാൻ ചെന്നൈ സീരീസിൻ്റെ ആദ്യത്തെ പാർട്ടിൽ തന്നെ തിരുവാൺമയൂരിലുള്ള ബീച്ചാണ് കാണിച്ചത് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ബെസന്റ് നഗർ ബീച്ചിൽ വന്നു. ഇനി മറീന ബീച്ചിൽ പോകണം. അത് ലോകത്തിലെ തന്നെ 2ാമത്തെ വലുതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായിട്ടുള്ള ബീച്ചാണ് ചെന്നൈയിലെ മറീന ബീച്ച്. അപ്പോൾ ബീച്ചിലെ ഒരു നൈറ്റ് വ്യൂ ആണ്. നിങ്ങളിൽ എത്ര പേർക്ക് രാത്രി ബീച്ചിൽ പോകാൻ ഇഷ്ടമുണ്ട്? പൊതുവേ ഒരു 5:30 മുതൽ 6:30 വരെയുള്ള സമയത്ത് ആ സൺസെറ്റൊക്കെ കാണാനാണ് കൂടുതൽ ആളുകളും ബീച്ചിൽ പോകുന്നത്. എനിക്കും സൺസെറ്റാണ് ഇഷ്ടം. പക്ഷേ രാത്രി ബീച്ചിലെ ഒരു വൈബ് ഒന്ന് വേറെയാണ്. ഇവിടെ അടുത്ത് ഒരുപാട് IT കമ്പനീസ് ഉള്ളതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബീച്ചുകളിലൊക്കെ രാത്രി വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ നമ്മുടെ ഗെറ്റ് ടുഗദറും അതുപോലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ഒരു കറക്കവും ഒക്കെ ആയിട്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ്. നാളെ എല്ലാവരും തിരിച്ചു പോകും. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രത്ന കഫേയിലും അതുപോലെ തന്നെ ബീച്ചും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചന്ദ്രനെ സാക്ഷ്യം നിർത്തി ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ഫ്രം അർജുൻ.